ഹായ് കുട്ടികളെ, എല്ലാവർക്കും സുഖമല്ലേ? നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഞാനും ഏട്ടനും കൂടി നെടുമങ്ങാട് പോയി കുറച്ച് കപ്പയും മീനും ഒക്കെ വാങ്ങിച്ച് ഞങ്ങൾ തിരിച്ച് വീട്ടിലോട്ട് പോവുകയാണ് കേട്ടോ. അപ്പോൾ ഇന്ന് വൈകുന്നേരത്ത് നമ്മൾ കുറച്ച് പാചകവും വീട്ടിലെ കുറച്ച് കാര്യങ്ങളൊക്കെയാണ് കേട്ടോ നിങ്ങളുടെ മുന്നിലേക്ക് നമ്മൾ എത്തിക്കുന്നത്. അപ്പം ഞാൻ വിചാരിച്ചു ഇന്ന് കുറച്ച് പറമ്പിൽ നിന്ന് കുറച്ച് ചീരയും കൂടി പറിച്ച് വെക്കാമെന്ന്. കാരണം അതൊരു തോരനും കൂടി വെക്കാമല്ലോ. അങ്ങനെ താണ്ട് ഞാൻ ചീരയെല്ലാം പറിച്ച് വൃത്തിയാക്കി കഴുകിയൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ഇവിടുത്തെ മൈസൂർ ചീര എന്നാട്ടോ അറിയപ്പെടുന്നത്. നിങ്ങൾ അവിടുത്തെ എന്താണെന്നുള്ളത് കമൻറ്റ് ചെയ്തേക്കണേ. അപ്പം ഞാൻ താണ്ട് വൈകിട്ടൊന്ന് തൂത്ത് വൃത്തിയാക്കി ഇടുവാണ് കേട്ടോ. അധികം പൊടിയും കാര്യങ്ങളൊന്നും ഇല്ല, എന്നാലും ഒന്നും കൂടി ഒന്ന് തൂക്കാമെന്ന് വിചാരിച്ചു. അപ്പോഴത്തേക്ക് നമ്മുടെ ആ ഒരു ജോലി അങ്ങ് ഒതുങ്ങുമല്ലോ. പിന്നെ അതിനുശേഷം ഞാൻ മീൻകറിക്കും ചീരത്തോരനുമുള്ള തേങ്ങ തിരുമ്മി എടുക്കുകയാണ് കേട്ടോ. കാരണം അല്ലെങ്കിൽ പിന്നെ മീൻകറി വെച്ച് കഴിഞ്ഞിട്ടാണെങ്കിൽ പിന്നെ ഒന്നേന്ന് പറഞ്ഞാൽ വീണ്ടും ചീരത്തോരൻ ഉണ്ടാക്കാൻ വേണ്ടി തിരുവേണ്ടി വരും. അപ്പോൾ ഞാൻ രണ്ടിനും കൂടി ഒരുമിച്ച് അങ്ങ് തിരുവി എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോഴത്തേക്ക് ചിന്നു താണ്ട കപ്പയ്ക്ക് വേണ്ടി തൊലിക്കുവാണ് കേട്ടോ. അങ്ങനെ നമ്മൾ താണ്ട് കിഴങ്ങ് മെഴുക്ക് വരട്ടി ചെയ്യാൻ വേണ്ടിയിട്ടുള്ള മസാല കൂട്ടെല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. നമ്മൾ ആ മസാലയ്ക്ക് ആ കിഴങ്ങ് അങ്ങോട്ട് എടുത്തിട്ട് അത് ഫുള്ളൊന്ന് ഇളക്കിയെടുക്കുവാണ് കേട്ടോ. ഇതിൻ്റെയൊക്കെ ഒരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോ ഞാൻ ചെയ്യാം കേട്ടോ. എല്ലാം ചെയ്യാമെന്ന് പറയുന്നേ ഉള്ളൂ, ഒന്നും ചെയ്യുന്നില്ല. എന്തായാലും ഞാൻ ഒന്നിനും ടൈം ഇല്ലാത്തതുകൊണ്ടാണ് കേട്ടോ. അപ്പം ഞാൻ എന്തായാലും ഇതിൻ്റെയൊക്കെ ഒരു വീഡിയോ ചെയ്യുന്നതായിരിക്കും കേട്ടോ. അപ്പം ഞാൻ താണ്ട ആ കിഴങ്ങ് ആ മസാല കൂട്ടിലോട്ടൊന്ന് ഇളക്കി വെച്ചിട്ടൊന്ന് കുക്കറിലേക്ക് ഒരു 5 മിനിറ്റ് വേവിക്കാനായിട്ട് വെക്കുകയാണ്. ചെറിയ ഫ്ലെയിമിൽ വെച്ചാൽ മതി കേട്ടോ. അതിനുശേഷം ചീരത്തോരന് വേണ്ടിയുള്ള ചീര അരിഞ്ഞ് റെഡിയാക്കുവാണ് കേട്ടോ. കാരണം അത് ഇച്ചിരി പാടുള്ള പരിപാടിയാണ് കേട്ടോ. കാരണം നല്ല കുനാന്ന് കനം കുറഞ്ഞ് വേണം നമുക്ക് അരിഞ്ഞ് വൃത്തിയാക്കി എടുക്കാനായിട്ട്. അങ്ങനെ ഞാൻ താണ്ട ഒരുവിധം അരിഞ്ഞൊക്കെ വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ താണ്ട എണ്ണ ഒഴിച്ച് കടുക് പൊട്ടിച്ച് കുറച്ച് വറ്റൽമുളക് ഇട്ട് ഉഴുന്നിട്ട് ഉഴുന്നൊന്ന് ബ്രൗൺ കളറിലാകുമ്പോഴത്തേക്ക് ഈ അരിഞ്ഞു വെച്ചിരിക്കുന്ന ചീര നമ്മൾ അതിലേക്ക് എടുത്തിടണം കേട്ടോ. പിന്നെ ഞാൻ മീൻകറിക്കുള്ള അരപ്പിനുള്ള തേങ്ങ താണ്ടെ ചെറുതായിട്ടൊന്ന് എണ്ണയിൽ സവാളയും കൂടി ഇട്ടൊന്ന് മൂപ്പിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പം അതിൻ്റെയൊക്കെ വീഡിയോ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഇടാം. അപ്പോഴത്തേക്ക് നമ്മൾ താണ്ടെ ചീര അതിനകത്തോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പം താണ്ടെ നമ്മൾ അവസാനം നമ്മൾ കപ്പ വെച്ചു, ചോറ്, മീൻ പൊരിച്ചു, താണ്ടെ കിഴങ്ങ് മെഴുക്കുവരട്ടി ഉണ്ടാക്കി നമ്മൾ ചോറ് എല്ലാമായിട്ട് കഴിക്കാനായിട്ട് പോകാൻ കേട്ടോ. അപ്പോൾ പുതിയൊരു വീഡിയോ കാണുന്നവർ ടാറ്റ ബൈ ബൈ, സീ യു.